ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്. മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. പാഞ്ഞാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നവീകരിച്ച കെട്ടിടത്തിന്റെയും കിഡ്സ് പാർക്കിന്റെയും ഉദ്ഘാടനം നടന്നു. ആരോഗ്യ മേഖലയിൽ പുതിയ കാൽവയ്പ്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ കിള്ളിമംഗലത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിലായി പൂർത്തീകരിച്ച നവീകരണ പ്രവൃത്തികളുടെയും കുട്ടികളുടെ പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനവും 2025 നവംബർ 3 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നടന്നു. ബഹുമാനപ്പെട്ട ചേലക്കര MLA ശ്രീ UR പ്രദീപ് പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. സ്വകാര്യ മേഖലയിൽ ചെയ്യുന്ന അതിനേക്കാൾ മികച്ച രീതിയിലുള്ള പ്രവർത്തനം ഇന്ന് കേരളത്തിൽ 2 ഹോസ്പിറ്റൽ റോബോട്ടിക് സർജറി നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ചെയ്യാണ്. ഏത് സംസ്ഥാനത്ത് അങ്ങനെ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്? ചലനശേഷി നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇനി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പുതിയ ഓൺലൈൻ രീതിയിലുള്ള ഒരു പുതിയ ചികിത്സ, ആ ചികിത്സ രീതി അനുസരിച്ച് നമ്മുടെ ശരീരത്തിന് നഷ്ടപ്പെട്ടു പോയ ഞരമ്പുകളിൽ വീണ്ടും രക്തോട്ടം ഉണ്ടാക്കി ആളുകളെ നീച്ച് നടത്തിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഇന്ന് നമ്മുടെ ഗവൺമെൻറ് മേഖലയിൽ ഉണ്ടാക്കി കൊണ്ടുവന്നു. കയ്യും കാലും കൊഴിഞ്ഞ ആളുകൾ അവിടെ കിടപ്പന്നെയാണ്. സ്വകാര്യ ആശുപത്രി പോലും വലിയ പണം കൊടുത്ത് ചെയ്യുന്ന ചികിത്സ ഇന്ന് നമ്മുടെ കരൾ മാറ്റിവെക്കുന്ന ചികിത്സ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ മികച്ച രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കണോ? ഏത് ഗവൺമെൻറ് കോളേജ് സ്കൂൾ ഹോസ്പിറ്റലുകളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത്? ആരെയും കേരളത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇല്ല, കേരളത്തിൽ ഇതിൽ ചർച്ചയില്ല. എന്നാൽ ഓരോ കൊല്ലം കഴിയുമ്പോൾ ആരോഗ്യ മേഖലയിൽ മികച്ച രീതിയിൽ നല്ല മുന്നേറ്റം നടത്തുന്നു, വലിയ തോതിൽ. പക്ഷെ എന്നാലും ഇവിടെ പുച്ഛമായി പറയാൻ മലയാളികൾ തന്നെയാണ്. കേരളത്തെ പുച്ഛമായി പറയാൻ മലയാളികൾ തന്നെയാണ്. എല്ലാ രാഷ്ട്രീയമാണ് അതിന്, എല്ലാ രാഷ്ട്രീയത്തോടു കൂടിയാണ് കാണുന്നത്. മുൻകാലങ്ങളിൽ ഇതിങ്ങനെ ഇല്ലല്ലോ, ഇപ്പം ഉണ്ടല്ലോ. ഇപ്പം എന്താ ഇടപെടൽ നടത്തി? ഇപ്പം ഇടപെടൽ നടത്തിയത് ഈ സാധാരണക്കാർക്ക് വേണ്ടി തന്നെയാണ്. വന്നപ്പോൾ ഉടനെ ചികിത്സ കിട്ടിയില്ല എന്ന് ചിലപ്പോൾ ചില വിഷമമൊക്കെ ഉണ്ട്. ഇപ്പോൾ അവർ മനുഷ്യരല്ലേ, കാലത്ത് ഇരുന്നാൽ 2 മണി വരെ ചികിത്സ, അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്കൊന്ന് നീച്ചു പോയാൽ ഇവിടെ ഡോക്ടറെ കാണാനില്ല, ഉടനെ MLA വിളിക്കുക. ഈ ഉപകാരിക്കുന്ന ആശുപത്രി എനിക്ക് എന്തായി അനുഭവം, ഞാൻ വിളിക്കേണ്ടെന്ന് അർത്ഥത്തിലല്ല. പിന്നെ ഞാൻ വിളിച്ചപ്പോൾ ഡോക്ടർ അപ്പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ പോയിരിക്കണം, 10 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ വന്ന ആൾക്ക് അവിടെ ഡോക്ടറെ കണ്ടില്ല. ഡോക്ടറില്ലേ അവിടെ? ഇത്രയധികം ആളുകൾ കഷ്ടപ്പെടുന്നത് കാണാല്ലേ? അപ്പോൾ പിന്നീട് അന്വേഷിച്ചപ്പോൾ ആ വ്യക്തിക്ക് മറ്റൊരു ഉദ്ദേശമാണ്. 4 ആളുടെ മുമ്പിൽ ഒന്ന് സംസാരിച്ച്, പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് കൂടുതലാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി V തങ്കമ്മ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KM അഷ്റഫ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി KR മായ ടീച്ചർ എന്നിവർ മുഖ്യ അതിഥികളായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി നിർമ്മല രവികുമാർ സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ P കൃഷ്ണൻകുട്ടി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ AK ഉണ്ണികൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി രമണി തലച്ചിറ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഡോക്ടർ മനോഹർ ബാബു, സെക്രട്ടറി ശ്രീ NM ഷെരീഫ്, ICDS സൂപ്പർവൈസർ ശ്രീമതി സൗമ്യ, പബ്ലിക് ഹെൽത്ത് നഴ്സ് ശ്രീമതി ശോഭ എന്നിവരും പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡ് മെമ്പർമാരും ഉൾപ്പെടെ നിരവധി ജനപ്രതിനിധികളും നാട്ടുകാരും ആരോഗ്യ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു.